യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് ജെയിംസ്. ആദ്യമായി അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ അനിയന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയാനോട് വന്നിരിക്കുന്നത്. എൻ്റെ അനിയൻ 1.5 മാസം മുമ്പ് ഒരു അൾസർ കൊളൈറ്റിസ് എന്ന അസുഖമായി ഞങ്ങൾ ഡോക്ടറെ ആദ്യമേ കാണാൻ ചെല്ലുന്നു. അന്ന് അവന് മലത്തിൽ കൂടെ രക്തം പോവുകയും അത് കൂടുതലാവുകയും ചെയ്തു. അന്ന് ചെക്കപ്പ് ചെയ്തപ്പോൾ അവൻ്റെ വയറിനുള്ളിൽ കൂടുതലായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അത് ലങ്സിലും ഹാർട്ടിലും ബാധിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ക്രിട്ടിക്കൽ കെയർ ICUയിലോട്ട് മാറ്റുകയും വെന്റിലേറ്റർ സഹായത്തോടെ അവൻ 3-4 ദിവസം വെന്റിലേറ്ററിൽ കിടക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ മുമ്പോട്ടുള്ള ദിവസം ഞങ്ങളെ വളരെ ബുദ്ധിമുട്ടാക്കുകയും ചെയ്തു. കാരണം ഇവൻ ഇങ്ങനെ ക്രിട്ടിക്കൽ ആയതിലോട്ട് വന്നപ്പോഴത്തേക്കും ആളെ നമുക്ക് കിട്ടുന്ന ഒരു അവസരത്തിലല്ലാതെ ആയിപ്പോയി. അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന എന്ത് ചെയ്യണമോ എന്താ ചെയ്യണമെന്നൊന്നും അറിയാത്ത ഒരവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ എൻ്റെ അമ്മയോട് പറയുകയും ഉടമ്പടി എടുക്കുകയും ഇവിടെ വന്ന് മാതാവിൻ്റെ സാന്നിധ്യത്തിൽ ഉടമ്പടി എടുത്ത് അച്ഛൻ്റെ അടുത്ത് വന്ന് തൈലവും എണ്ണയും ഉപ്പും എല്ലാം ആയിട്ട് അമ്മ ICUയിൽ വരികയും ICUയിൽ വന്ന് അവനെ ശരീരത്ത് എണ്ണ പൂശുകയും അതുകൂടാതെ തൈലം എൻ്റെ തലയിൽ തൊടുകയും ഉപ്പുകൾ തേക്കുകയും ചെയ്തു. ആ സമയത്ത് ഇവൻ്റെ അസുഖം കണ്ടുപിടിച്ചു. HLS എന്ന അസുഖം ആണെന്നുള്ളത് കണ്ടുപിടിച്ചു. പക്ഷേ ഇത് എന്തുകൊണ്ടുണ്ടായെന്നുള്ളത് ഡോക്ടേഴ്സിന് മനസ്സിലായിട്ടില്ല. പല ടെസ്റ്റുകൾ നടത്തിയിട്ടും അവനിത് എന്തുകൊണ്ടാണ് ഉണ്ടായെന്നുള്ളത് വരുന്നില്ല. എല്ലാം നെഗറ്റീവിലോട്ട് മാറുന്നു. അപ്പം ഞങ്ങൾ ഒരു ഏകദേശം ഒരു 45 ദിവസത്തോളം ഇവനെ ഞങ്ങൾ ആശുപത്രിയിൽ ബെഡിലായിരുന്നു. അവൻ എഴുന്നേറ്റ് നടക്കാനോ ഒന്നും സാധിക്കാത്തൊരവസ്ഥയിലോട്ട് വന്നു. ഈ തൈലം, മാതാവിൻ്റെ തൈലം കൊണ്ട് അവൻ്റെ ശരീരത്ത് അമ്മ പൂശുകയും പിറ്റേ ദിവസം അവന് അവിടുന്ന് ഒരു ഉണർവുണ്ടാകുകയും അവൻ 2ാമത്തെ ദിവസം ഈ ICUയിൽ 19 ദിവസം ICU കിടന്ന് അവൻ 2ാമത്തെ ദിവസം റൂമിലോട്ട് മാറ്റി അവൻ 2 ദിവസം കഴിഞ്ഞ് പിന്നെയും അവൻ ഇതുപോലെ തന്നെ അസുഖം ഉണ്ടാവുകയും അവൻ ചെസ്റ്റ് പെയിനും ഒക്കെ ആയിട്ട് പിന്നെയും അവനെ വീണ്ടും ICUയിലോട്ട് കയറ്റി. അങ്ങനെ 10 ദിവസം പിന്നെയും ICUയിലോട്ട് മാറ്റി. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞങ്ങളത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഞങ്ങൾ എല്ലാ ദിവസവും പ്രതിഷ്ഠാന പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചെല്ലുന്നുണ്ട്. പക്ഷേ ഈ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെയായിട്ടും ഡോക്ടേഴ്സിന് സാധിച്ചില്ല. കാരണം വന്ന അസുഖത്തിനുള്ള മരുന്ന് അവർ കൊടുത്തു, ഇവനെ ഭേദമാക്കി നിൽക്കുന്നതല്ലാതെ ഈ അസുഖം എന്തുകൊണ്ട് വന്നെന്നുള്ളത് ഡോക്ടേഴ്സിന് ഇതുവരെ സാധിച്ചിട്ടില്ലായിരുന്നു. അപ്പം 2ാമത്തെ പ്രാവശ്യം ഇവനെ റൂമിലോട്ട് മാറ്റിയ സമയത്ത് അവിടെയാണ് വലിയൊരു അത്ഭുതം ഞങ്ങൾക്ക് നടന്നത്. കാരണം ഞാനും അമ്മയും എൻ്റെ അനിയത്തിമാരെല്ലാവരും കൂടെ കൂടിയിരുന്ന് റൂമടച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അസുഖം അന്നേരം ഈ സിറ്റുവേഷൻ എൻ്റെ ചെസ്റ്റ് പെയിനും ഇതെല്ലാം പിന്നെയും വരാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ശരിക്കും ഞങ്ങളുടെ അവസ്ഥ വല്ലാത്ത ഒരവസ്ഥയിലോട്ട് പോയി. കാരണം വെച്ചാൽ ഇവന് പിന്നെയും ഇത് ഉണ്ടായി, പിന്നെ ICUയിലോട്ടാണല്ലോ ദൈവമേ പോകുന്നത്. ഞങ്ങൾക്ക് പിന്നെയും ഇവൻ്റെ ബുദ്ധിമുട്ട് പിന്നെയും കാണേണ്ട വരുമല്ലോ. ഇവൻ തീർത്തും ശോഷിച്ച് ഇവൻ്റെ കൈയും കാലും എല്ലാം ശോഷിച്ച് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. 2 പേരും അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കേണ്ട ഒരവസ്ഥയായിരുന്നു. അപ്പോഴത്തെ ആ സാഹചര്യത്തിൽ ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് മാതാവിനോട് ഈ പ്രതീക്ഷയുടെ പ്രാർത്ഥന ചെല്ലുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയും അമ്മ ഇവൻ്റെ ചുറ്റും തൈലം കൊണ്ട് പൂശി വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടിരുന്നിട്ട് ഞങ്ങൾ അന്നിട്ട് അവനോട് പറഞ്ഞു, നിനക്ക് എഴുന്നേൽക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോടാ? അന്നേരം അവൻ പറഞ്ഞു, ഞാൻ എഴുന്നേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പേരും ഇവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ പതുക്കെ ഓരോ സ്റ്റെപ്പ് നടക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന ഞങ്ങൾ ഒരു അരമണിക്കൂറോടത്തോളം പ്രാർത്ഥിച്ചു. ആ അരമണിക്കൂർ പ്രാർത്ഥിച്ച സമയത്ത് മാതാവ് ഇവനെ നന്നായി സ്പർശിച്ചെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം അവൻ തന്നെ അങ്ങ് നടക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ആ ബെഡ് 2 പേരും പിടിച്ചെഴുന്നേൽപ്പിക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് അവൻ തന്നെ എഴുന്നേൽക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം അവനെ ഞങ്ങൾ റൂമിൻ്റെ വെളിയിൽ ഇറക്കി നടത്തി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വരികയും വീട്ടിൽ വന്നിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞ് പിന്നെ ഒരു പനി പോലെ വന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ അന്ന് അമ്മ ഉടമ്പടി എടുത്തവും പറഞ്ഞു, ഇവൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ നേരിട്ട് ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്നേക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് സാധിച്ചില്ല, ഞങ്ങൾക്ക് വരാൻ സാധിച്ചില്ല. കാരണം ഇവന് അന്ന് അത് കൊണ്ടുവന്നുകൊണ്ട് ഇനി ഇൻഫെക്ഷൻ ഉണ്ടാകുകൊണ്ടോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്കത് സാധിക്കാത്തത് കൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകുകയായിരുന്നു ചെയ്തത്. പക്ഷേ അവന് പിന്നെയും 3ാമത്തെ ദിവസം ഇതൊരു അസുഖം ഉണ്ടായിട്ട് ഞങ്ങൾ പിന്നെ അവിടെ ചെന്നിട്ട് ഇവന് എല്ലാ ടെസ്റ്റും പിന്നെയും ചെയ്തു. 7 ദിവസം അവന് പിന്നെയും എല്ലാ ടെസ്റ്റും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഈ അസുഖം എന്താണെന്ന് പിന്നെയും കാണുന്നില്ല. ഇൻഫെക്ഷൻ കൂടുന്നുണ്ട്, CRP കൂടുതലാണ്. CRP പിന്നെ 100-ലോട്ട് വരുന്നു. ആദ്യമേ ഇവന് 300 ആയിരുന്നു.
കുറഞ്ഞിട്ടാണ് ഇവനെ ഞങ്ങൾക്ക് നമുക്ക് നമ്മുടെ ശരീരത്തിൽ വേണ്ടത് 0.5 വേണ്ടത്, അത് 300 എത്തി. ആൾ അതുപോലെ ക്രിട്ടിക്കലോട്ടായിപ്പോയി. അപ്പോൾ ഈ HLS എന്നൊരു അസുഖവും ഇവനെ കണ്ടുപിടിക്കുകയും ചെയ്തു. അത് നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയ ഇൻഫെക്ഷൻ, മറ്റേ അത് നമ്മുടെ ശരീരത്തെ അവയവങ്ങളെല്ലാം കാർന്ന് തിന്നുന്നതായിരുന്നു. പക്ഷേ അത് എന്തുകൊണ്ടുണ്ടായെന്നുള്ളത് ഇതുവരെയായിട്ടും ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. പക്ഷേ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് അവനെ നമ്മളത് ഇവിടം വരെ എത്തിക്കാൻ ഞങ്ങളെ സാധിച്ചു. മാതാവ് ഞങ്ങളെ അതുപോലെ സ്പർശിച്ചെന്നുള്ളതാണ്. കാരണം രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോഴത്തേക്കും ഇങ്ങനെ വീട്ടിൽ നിന്ന് പോയപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു, ഇനി അവന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നേക്കാം. ഇന്നലെയാണ് അവനെ ഡിസ്ചാർജ് ചെയ്തത്. ഇന്ന് ഞങ്ങളിവിടെ അവനെ കൊണ്ടുവരാൻ സാധിച്ചു ഇവിടെ. കാരണം അത് നാളെ നമ്മുടെ മാതാവ് തന്നെ ഞങ്ങൾക്കല്ല അത് അനുഗ്രഹം ഞങ്ങൾ ഒരിക്കലും മാറ്റി നിർത്താതെ മാതാവിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് എന്നുള്ള ആ ഒറ്റ ഇതുകൊണ്ട് ഇന്ന് അവനെ ഇവിടെ കൊണ്ടുവന്നു. കാരണം ഇവനിവിടെ ഒത്തിരി പേര് നിർത്താനൊക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാത്തത്. കാരണം ഇവന് ഇൻഫെക്ഷൻ ഉണ്ടാവും. ഇൻഫെക്ഷൻ എല്ലാവരും ഉണ്ടാകാത്ത ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഇവനിന്നും എന്താണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടായേക്കെന്നുള്ളത് നമുക്ക് ഇന്നും പറയാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഈ മാതാവ് ഇവനെ നടത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ. എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത്. അമ്മ വന്ന് ഈ 1 മാസം ആയതേ ഉള്ളൂ ഉടമ്പടി എടുത്തിട്ട്. അമ്മ അത് ഞാൻ ബാക്കി അമ്മ പറയും കേട്ടോ. 2025 സെപ്റ്റംബർ 19 എന്നെ ഉടമ്പടി എടുക്കുന്നത്. അന്ന് കുഞ്ഞ് ആശുപത്രിയിലായിരുന്നു. കുഞ്ഞാദ്യം പനിയായിട്ടാണ് വന്ന്. കാഞ്ഞിരപ്പള്ളിയിലാണ് ഞങ്ങളുടെ വീട്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പനിയായിട്ട് 3 ആശുപത്രികളിൽ കൊണ്ടുപോയിട്ടും കുറവില്ലാഞ്ഞിട്ട് ഞങ്ങൾ എറണാകുളം ലിസി ആശുപത്രിയിലാണ് കൊണ്ടുവന്നത്. അവിടെ വന്നിട്ടും രോഗങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും കൂടുതൽ കണ്ടുപിടിക്കാൻ പറ്റാതെ വന്നപ്പോൾ കുഞ്ഞ് തീരെ അങ്ങ് അവസ്ഥയിലായിലോട്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി മോനെ കൊണ്ട് എടുപ്പിക്കാനുണ്ടായിരുന്നു. അവന് സാധിക്കാതെ വന്ന് അവനായിരുന്നു മോനെ ശുശ്രൂഷിക്കാൻ നിൽക്കുന്നത്. അവനെ പറ്റത്തില്ലഞ്ഞുകൊണ്ട് അമ്മ പോയി എടുക്കുക, എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു. അമ്മ പറഞ്ഞു സമാധാനമായി പൊക്കോ എന്നെൻ്റെ മനസ്സിലോട്ട് വന്നു. ഞാൻ സമാധാനമായിട്ട് പോയി. അന്ന് ഞാൻ ഒരു കുഴപ്പമില്ലാതെ അത് കഴിഞ്ഞ് ഞാൻ സമാധാനത്തിൽ ഒരു കരച്ചിലും ഇല്ലാതെ ഞാൻ നടന്നു. അതുവരെ ഞാൻ കണ്ണീരോടെ എൻ്റെ കുഞ്ഞിനും വേണ്ടി പ്രാർത്ഥിച്ച് നടന്നു. അത് കഴിഞ്ഞ് അമ്മ എന്നോട് പറഞ്ഞു, നീ സമാധാനത്തിൽ പൊക്കോ എന്ന് പറഞ്ഞ പിന്നെ ഞാനൊരു വിഷമവും കൊള്ളാതെ ഞാൻ നടന്ന് പ്രാർത്ഥിച്ച് പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലി. ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ കാണിച്ച് അച്ഛൻ്റെ അടുത്ത് വന്ന് കാണിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ ഫോട്ടോയെ തൊട്ട് നല്ലപോലെ പ്രാർത്ഥിച്ച് എന്നോട് പറഞ്ഞു പൊക്കുള്ളൂ എന്ന് പറഞ്ഞ് ഫോട്ടോ തന്നുവിട്ട് എൻ്റെ തലയ്ക്കും പിടിച്ച് പ്രാർത്ഥിച്ചു. അമ്മ മാതാവും അച്ഛനും സുഖപ്പെടുത്തി തന്നു. 1000 മരുന്ന്. എൻ്റെ കുഞ്ഞിനെ ഞാൻ ആദ്യം ആശുപത്രിയിൽ നിന്ന് കടന്നു വരുമ്പോൾ ഞാൻ കൊണ്ടുവന്നോളാമെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് സാധിച്ചില്ല. പിന്നെ രണ്ടാമത് കുഞ്ഞ് പനിച്ചു. പിന്നെ പനിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയും കൊച്ചിനെ കൊണ്ടുവന്നിട്ട് ശേഷമേ ഞാൻ തിരിച്ചു വരുള്ളൂ. അമ്മേ, ഞാൻ എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞു. അമ്മ ഇന്നലെ ഞാൻ എൻ്റെ കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഇന്ന് ഞാൻ വന്ന് കുഞ്ഞിനെ ആദ്യം നടക്കാൻ പറ്റത്തില്ല, അത് വന്ന് നടന്നു കൊണ്ടുവന്ന് അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഞാൻ നിർത്തിയേക്കാം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അമ്മയുടെ മുമ്പിൽ ഞാനിത് എൻ്റെ മോനെ ഞാൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ പേര് ജോമോൻ. എനിക്ക് വയ്യായ്മ ഉണ്ടായിരുന്നു. മാതാവ് എന്നെ സുഖപ്പെടുത്തി, എന്നെ സ്പർശിച്ചു. പക്ഷേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട്. എൻ്റെ ഇടവകയിലുള്ള എല്ലാവരും, പിന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് പൈസ ആയി. ദൈവം എന്നെ എല്ലാം നടത്തി തന്നു. സാമ്പത്തികമായിട്ട് എനിക്കിപ്പോൾ ഒരു കടവൊന്നുമില്ല. എല്ലാം 10-15 ലക്ഷം രൂപ ആയി. അത് മാതാവ് ഓരോരുത്തരായി എന്നെ സഹായിച്ച് എന്നെ ഇവിടെ വരെ എത്തിച്ചു. 1000 നന്ദി. മാതാവിനും എൻ്റെ ഈശോയ്ക്കും നന്ദി പറയുന്നു. സങ്കീർത്തനം 107:20 അവിടുന്ന്